ജയകുമാർ സാറിനോടാണ്. അദ്ദേഹം ഇന്നലെ ബാംഗ്ലൂരായിരുന്നു. ആദ്യം എന്നോട് പറഞ്ഞു ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തിച്ചേരും. പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്താ പറയണ്ടേ 24 മണിക്കൂർ അദ്ദേഹം ബിസിയാണ്. പിന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ഇല്ല ഇന്ന് രാവിലെ വരുള്ളൂ. അപ്പോൾ ഒരുപാട് നമുക്ക് വേണ്ടി ഇത്രയധികം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. ഇനിയിപ്പോൾ ഇന്ന് രാത്രി അദ്ദേഹം ഡൽഹിക്ക് പോവാണ്. വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ പരമ്പര തുടരുകയാണ്. തുടരട്ടെ സാർ. ഇവിടെ വന്ന് ഞങ്ങളെയൊക്കെ പ്രബുദ്ധരാക്കിയ അങ്ങയോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. വയലാർ കലാ സാംസ്കാരിക വേദിക്ക് വേണ്ടിയും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും സാറിനോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ ഒരു സംഗീത സന്ധ്യ 2 കലാകാരന്മാർ വിചാരിച്ചിരുന്നില്ലെങ്കിൽ നടക്കുമായിരുന്നില്ല. മറ്റാരുമല്ല, എൻ്റെ സുഹൃത്തുക്കളുടെ ഓർമ്മിച്ചിട്ടുമാണ്. ഞാൻ നേരത്തെ തന്നെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ഐഡിയ വരികയും ബോംബെയിൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ ആദ്യമേ അവരോടാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. കാരണം അറിയാമല്ലോ, സംഗീത സന്ധ്യ എന്ന് പറയുമ്പോൾ എത്രയോ കഷ്ടപ്പാടുകളാണ്. ഒരുപാട് കലാകാരന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതും നമ്മൾ തീരുമാനിച്ചിരുന്നു. നമ്മൾ കരയൊക്കെ ചെയ്യുന്നില്ല, നമ്മൾ ലൈവായിട്ട് ഉള്ളൊരു മ്യൂസിക്കൽ പ്രോഗ്രാമാണ് അന്ന് തന്നെ പ്ലാൻ ചെയ്തത്. അപ്പം എല്ലാ കലാകാരന്മാരെ സംഘടിപ്പിക്കണം, റിഹേഴ്സൽ വേണം. ഏതായാലും ഈശ്വരാനുഗ്രഹത്താൽ നല്ല രീതിയിൽ പരിപാടി നടന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ കാലാവസ്ഥ വൈകുന്നേരം ആയപ്പോൾ വളരെ മോശമായിരുന്നു. എങ്കിലും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം ആദ്യാവസാനം എന്താ പറയണ്ടേ, വയലാറിൻ്റെ തന്നെ ഒരു പാട്ട് പോലെ എല്ലാ കാര്യങ്ങളും നല്ലപോലെ പറഞ്ഞ് നമ്മളെയൊക്കെ വളരെ നല്ല രീതിയിൽ രസിപ്പിച്ച ഇന്നത്തെ മാസ്റ്റർ ഓഫ് സെറിമണി എൻ്റെ സുഹൃത്ത്, എൻ്റെ ഇളയ സഹോദരൻ ശ്രീ മാവേലിക്കര ശ്രീകുമാർ, അദ്ദേഹത്തിനുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി പറയാനുള്ളത് സന്തോഷകരമായൊരു കാര്യമാണ്. ഇന്നലെ വയലാർ ശശീന്ദ്രവർമ്മയായിട്ട് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം യാത്രയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി വന്നു, ഒരു മെസ്സേജ് അയക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഞാനൊരു മെസ്സേജ് അയച്ചു. അദ്ദേഹത്തിന് അറിയാം, നമ്മുടെ പരിപാടി നടക്കുന്ന കാര്യം അറിയാം, ജയകുമാർ സാർ ഇവിടെ നിന്ന് വരുന്ന കാര്യമൊക്കെ അറിയാം. അപ്പോൾ അദ്ദേഹം വളരെ രാത്രിയിലാണ്, ഇന്നലെ രാത്രി വളരെ വൈകി അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ മെസ്സേജാണ് വന്നത്. പക്ഷേ ഇന്ന് നിർഭാഗ്യവശാൽ നമുക്ക് വീഡിയോ കാണിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കാരണം അദ്ദേഹം എന്താണ് പറഞ്ഞത് നമ്മൾക്ക് കേൾക്കാം, അല്ലേ? നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട വയലാറിൻ്റെ മകൻ വയലാർ ശശീന്ദ്രവർമ്മ. ആദ്യമായി വയലാർ കലാ സാംസ്കാരിക വേദിയോട്, മുംബൈ പവായിലുള്ള സാംസ്കാരിക വേദിയോട് ഈ കുടുംബത്തിൻ്റെ ശിരസ് മുമ്പിട്ട ഒരു കൂപ്പുകയുടെ ഒരു സ്നേഹാന്വേഷണം അറിയിക്കട്ടെ. മറ്റൊന്നുമല്ല, വയലാറിൻ്റെ 50ാം ചരമവാർഷികമായ ഈ വർഷം 2025 ഒക്ടോബർ 26 വൈകിട്ട് 6 മണിക്ക് ചന്ദിവലിയിലുള്ള നഹർ ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഒരു വയലാർ സ്മൃതി സന്ധ്യ നടത്തുന്നു. ഇതിൽപ്പരേക്കും ഈ കുടുംബത്തെ ഇത്രയും അകലെ നിൽക്കുന്ന സ്ഥലത്തും ഈ കുടുംബം അഭിമാനത്തോടെ അവിടെ എത്താൻ കഴിയാത്ത സങ്കടത്തോടെ അഭിമാനിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 50 വർഷമായി വയലാർ മരിച്ചത് എൻ്റെ ഭാഗമായിട്ട് 50 പ്രഭാഷണങ്ങൾ 50 വേദിയിൽ നടത്തുന്നു. ആരാണിത്? ഒരുപക്ഷെ ജന്മാവകാശം വയലാറിൻ്റെ മകൻ എന്ന നിലയിൽ എനിക്കാണെങ്കിലും അക്ഷരാവകാശം എല്ലാ അർത്ഥത്തിലും ജയകുമാർ. അദ്ദേഹത്തിൻ്റെ 50 പ്രഭാഷണങ്ങളുടെ ആദ്യ പ്രഭാഷണം ഈ വയലാർ മണ്ണിൽ തന്നെയാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ളതിന് മറ്റു പ്രത്യേകത. അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ട കാര്യമില്ലെങ്കിലും ഭദ്രദീപം എന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ സംവിധാനം ചെയ്ത ആ സിനിമയിൽ ആദ്യമായി വയലാറുമായി പാട്ട് എഴുതിയ ആളാണ് ജയചേട്ടൻ. ആ ജയചേട്ടൻ ആ പാട്ടിൻ്റെ വരികൾ പോലെ അങ്ങോട്ട് എത്തിയിരിക്കുന്നത് മന്ദാരമുള്ള ഒരു സന്ദേശവാഹനായ കാറ്റായിട്ടാണ്. എനിക്ക് ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ഓരോ വാക്കും സൂര്യാംശു ഓരോ വൈപ്പൂവിലും വൈഡൂര്യം പതിക്കുന്ന പോലെ നിങ്ങളുടെ ഓരോ മനസ്സിലെ ഓരോ അക്ഷരങ്ങളും പതിക്കുന്നൊരു ഉറപ്പുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നായികയുടെ നഖകാന്തി കവർന്ന പൊത്ത് അതിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ആ നഖകാന്തി കവർന്നെടുത്തതുപോലെ നിങ്ങളുടെ മനസ്സിനെയും അദ്ദേഹം കവരും. നിങ്ങളുടെ മനസ്സിനെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലൂടെ
തീർച്ചയായും ഓരോ മിനിങ്ങും മുത്താക്കി മാറ്റുന്ന എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും ഈ ചടങ്ങിൽ ശ്രീ പ്രേംകുമാർ സപ്തസ്വര, വിജയകുമാർ രാവിലെ അവരുടെ ശിക്ഷണത്തിൽ വയലാർ ഗാനങ്ങൾ കോർത്തിണക്കിയ ഒരു ഗാനമേള, ഒരു ഗാനാഞ്ജലി നടക്കുന്നു എന്നറിയുന്നു. എത്താൻ പറ്റാത്ത സങ്കടത്തോടെ വയലാർ പാട്ടുപാടി എല്ലാ ആശംസകളും നേരുന്നു ഈ കുടുംബത്തിന് വേണ്ടി. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. അവിടെ വയലാർ കലാ സാംസ്കാരിക വേദിയുടെ പൂമരക്കൊമ്പിലേക്ക് പറന്ന് 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 വരാൻ പറ്റില്ലെങ്കിലും മനസ്സിനെ ആ കൊമ്പിലേക്ക്, ആ കൂട്ടിലേക്ക് ഞങ്ങൾ എല്ലാ പേരും കുടിയിരുത്തുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെയായിരുന്നു സാറിൻ്റെ പ്രഭാഷണം. വീണ്ടും വീണ്ടും ഇത് നമ്മളിന്ന് ഓർത്തിരിക്കും. വൺസ് അഗെയിൻ സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തിയാണ്. താങ്ക് യു ഓൾ വൺസ് അഗെയിൻ. താങ്ക് യു.